സോ ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ കോമിക് പാരഡൈസ്. അപ്പോൾ അങ്ങനെ ഇന്ന് ജൂലൈ 26 അങ്ങനെ ഫൈനലി നമ്മുടെ ഡെഡ്പൂൾ ആൻഡ് വൂൾവറൈൻ എന്ന് പറയുന്ന മൂവി നമ്മുടെ തിയേറ്ററിലെല്ലാം തന്നെ ഇപ്പോൾ റിലീസ് ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ മാർവൽ ഫാൻസ് എല്ലാവരും തന്നെ ഏറ്റവും കൂടുതൽ ആൻറ്റിസിപ്പേറ്റഡ് ചെയ്തിട്ടുണ്ടായിരുന്ന ഒരു മൂവി തന്നെയാണ് ഡെഡ്പൂൾ ആൻഡ് വൂൾവറൈൻ. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മൾ എന്തായാലും നോക്കാൻ പോകുന്നത് ഈ ഡെഡ്പൂൾ ആൻഡ് വൂൾവറൈൻ എന്ന മൂവിയുടെ ഒരു റിവ്യൂ തന്നെയാണ്. അപ്പോൾ ഇത് സ്പോയിലർ ഫ്രീ ആയിട്ടുള്ള ഒരു റിവ്യൂ ആയിരിക്കും. അപ്പം ഇതിൻ്റെ അകത്ത് ആ മൂവിക്കകത്ത് നടക്കുന്ന കാര്യങ്ങളെ പറ്റിയിട്ടൊന്നും ഞാൻ പറയത്തില്ല, അല്ലാതെ നോൺ സ്പോയിലർ ആയിട്ടുള്ള ആ മൂവിയിലെ കാര്യങ്ങൾ മാത്രമേ ഞാൻ പറയത്തുള്ളൂ. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് ഈ മൂവി കണ്ടിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് ഈ വീഡിയോ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നതാണ്. അപ്പോൾ എന്തായാലും വീഡിയോട്ട് കിടക്കുന്നതിന് മുന്നേ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക, അതൊരു വീഡിയോ ഒന്ന് ലൈക്കും ചെയ്തേക്കുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ വർഷങ്ങൾക്ക് മുമ്പാണെങ്കിൽ നമ്മുടെ ലോക മൂവിക്കകത്ത് നമ്മുടെ ഹ്യൂ ജാക്ക്മാൻ്റെ വൂൾവറൈന് ഒരു നല്ല രീതിക്കുള്ളൊരു സെൻഡ് ഓഫ് കൊടുത്തിട്ടുണ്ടായിരുന്നു. ആ വൂൾവറൈൻ്റെ ഡെത്തോട് കൂടി നല്ലൊരു സെൻഡ് ഓഫ് ആയിരുന്നു നമ്മുടെ ഹ്യൂ ജാക്ക്മാൻ്റെ വൂൾവറൈന് കിട്ടിയിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ഒരു വലിയൊരു അനൗൺസ്മെൻറ്റ് തന്നെയാണ് വർഷങ്ങൾക്ക് ശേഷം നടന്നിട്ടുണ്ടായിരുന്നത്. അതായത് നമ്മുടെ റയാൻ റെയ്നോൾഡ്സ് ആണെങ്കിൽ ആ ഒരു യൂട്യൂബ് വീഡിയോയിലോട് കൂടിയാണ് നമ്മുടെ ഹ്യൂ ജാക്ക്മാനെ വൂൾവറൈനായിട്ട് റിട്ടേൺ കൊണ്ടുവരാൻ പോകുന്നു എന്നുള്ളൊരു കാര്യം അനൗൺസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ആ ഒരു കാര്യം കേട്ടതിന് ശേഷം നമ്മുടെ ഫാൻസ് നല്ല രീതിക്ക് സർപ്രൈസ്ഡോ അതേപോലെ ഷോക്ക്ഡോ ആയി മാറിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഡെഡ്പൂളും വൂൾവറൈനും ഒരു മൂവിയിൽ ഒരുമിച്ച് വരുന്നു എന്നുള്ളൊരു കാര്യം കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിൽ ഒത്തിരി എക്സ്പെക്റ്റേഷൻ വരും എന്നുള്ളൊരു കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാം. അപ്പോൾ അവിടെ വരുന്ന ചോദ്യം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ എക്സ്പെക്റ്റേഷനെ എല്ലാം തന്നെ ഫുൾഫിൽ ചെയ്യാനായിട്ട് നമ്മൾ ഡെഡ്പൂൾ ആൻഡ് വൂൾവറൈൻ മൂവിക്ക് ചെയ്യാനായിട്ട് സാധിച്ചിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളൊരു ക്വസ്റ്റ്യനാണ് അവിടെ വരുന്നത്. അപ്പോൾ അതിന് ആൻസർ പറയുകയാണെങ്കിൽ കൈൻഡ് ഓഫ് യെസ്സും അതുപോലെ തന്നെ കൈൻഡ് ഓഫ് നോയോ ആയിട്ടാണ് എനിക്ക് പറയാനായിട്ട് ഉള്ളത്. അപ്പോൾ ഫസ്റ്റ് തന്നെ ആ മൂവിയുടെ ചെറിയൊരു സിനോപ്സിസ് പറയാം. അപ്പോൾ സ്പോയിലർ ഒന്നും തന്നെ പറയത്തില്ല. അപ്പോൾ നമ്മുടെ മൂവിയിൽ നടക്കുന്ന സ്റ്റോറി എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ട്രെയിലറിൽ കാണാൻ സാധിച്ചിട്ടുള്ള ആ സെയിം സംഭവം തന്നെയാണ് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ നമ്മുടെ ഡെഡ്പൂൾ ആണെങ്കിൽ കുറച്ച് റീസൺ കൊണ്ട് നമ്മുടെ വൂൾവറൈനെ റിക്രൂട്ട് ചെയ്യാനായിട്ട് പോകുന്നുണ്ട്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ TV ആണ് നമ്മുടെ ഡെഡ്പൂളിനെ നിർബന്ധിച്ച് ഈ ഒരു കാര്യം ചെയ്യിപ്പിക്കുന്നത്. അപ്പോൾ അത് എന്തിനാ TV അങ്ങനെ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ടൈം ലൈനിൻ്റെ കുറച്ച് പ്രശ്നം ഉള്ളതുകൊണ്ട് തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒത്തിരി ടൈം ലൈൻസിൽ ഒത്തിരി പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ ഡെഡ്പൂൾ മാർവൽ ജീസസ് ആയി മാറുകയാണ് ഈ ഒരു നിമിഷം. അപ്പോൾ നമ്മുടെ ഡെഡ്പൂൾ ആണെങ്കിൽ വൂൾവറൈനെ റിക്രൂട്ട് ചെയ്ത് TVയെ ഹെൽപ്പ് ചെയ്യുമോ അതോ TVക്ക് എതിരെയായിട്ട് തിരിയുമോ, അതുപോലെ തന്നെ നമ്മുടെ TVയുടെ ഈ ഒരു മൂവിക്കകത്ത് ഉള്ള ആ ഒരു ഇമ്പോർട്ടൻസ് എന്തൊക്കെയാണ് എന്നുള്ളൊരു കാര്യം നമുക്ക് മൂവി കണ്ടു കഴിഞ്ഞാൽ മാത്രമേ അറിയുകയുള്ളൂ. അപ്പോൾ അതല്ലാതെ ഈ ഒരു മൂവിയുടെ ടൈറ്റിൽ തന്നെ ഡെഡ്പൂൾ ആൻഡ് വൂൾവറൈൻ എന്ന് തന്നെയാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ആ ഒരു കാര്യം നമ്മുടെ ആ ഒരു മാർവലിലാണെങ്കിൽ കറക്റ്റായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. അതായത് ഡെഡ്പൂളിനും അതുപോലെ തന്നെ വൂൾവറൈനും തുല്യമായിട്ടുള്ള സ്ക്രീൻ സ്പേസ് തന്നെയാണ് ഈ ഒരു മൂവിയിൽ കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഇതിന് മുന്നേ ഇറങ്ങിയിട്ടുള്ള ഡെഡ്പൂൾ മൂവീസിലൊക്കെ തന്നെ നമ്മുടെ ഡെഡ്പൂളിൻ്റെ ഇൻട്രോ ആണെങ്കിലും മാഗ്നിഫിസൻ്റ് ആയിട്ട് അവർക്ക് ചെയ്യാൻ പറ്റിയിട്ടുണ്ടെന്ന് തന്നെ നമുക്ക് പറയാനായിട്ട് സാധിക്കും. അപ്പോൾ ആ ഒരു സംഭവം തന്നെ എക്സ്പെക്ട് ചെയ്തിട്ടാണ് ഡെഡ്പൂൾ ആൻഡ് വൂൾവറൈൻ ഞാൻ കാണാനായിട്ട് പോയിട്ടുള്ളത്. അപ്പം അതുപോലെ തന്നെ ഈ ഒരു തവണയെ അവർ നമ്മൾ ഡിസപ്പോയിൻറ്റ് ചെയ്തിട്ടില്ല. ആ ഒരു ഡെഡ്പൂളിൻ്റെ ഇൻട്രോ സീൻ, ഈ ഒരു മൂവിയുടെ തുടക്കത്തിലെ സീൻ തന്നെയാണ് നമ്മുടെ ഡെഡ്പൂളിൻ്റെ ഇൻട്രോ. ആ ഒരു സീൻ നല്ല അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ടെന്ന് തന്നെ നമുക്ക് പറയാനായിട്ട് സാധിക്കും. കാരണം ആ ഒരു ക്രെഡിറ്റൊക്കെ എഴുതി കാണിക്കില്ല തുടക്കത്തിൽ, അതൊക്കെ കാണിക്കുന്ന അതെല്ലാം നല്ല കിടിലമായിട്ട് തന്നെയാണ് അവർ ചെയ്തിട്ടുള്ളത്. എന്നാൽ അതിന് ഒരു സ്പെഷ്യലായിട്ട് എടുത്ത് പറയേണ്ട ഒരു ആവശ്യം തന്നെ ഉണ്ട്. അപ്പോൾ അതുപോലെ തന്നെ ഈ ഒരു മൂവിയുടെ മെയിൻ ആയിട്ടുള്ള നമ്മുടെ ഹ്യൂ ജാക്ക്മാൻ അതുപോലെ തന്നെ റയാൻ റെയ്നോൾഡ്സിൻ്റെ അവർ തമ്മിലുള്ള ഇൻട്രാക്ഷനും ആ ജോക്സും കാര്യങ്ങളൊക്കെ നല്ല രീതിക്ക് തന്നെ ഈ ഒരു മൂവിക്കകത്ത് വർക്കൗട്ട് ആയിട്ടുണ്ട്. അപ്പം നമ്മുടെ ഡെഡ്പൂൾ ഫസ്റ്റ് മൂവിയിൽ ഒരു ചെറിയ ലെവലിലായിട്ട് ഇപ്പം നല്ല രീതിക്ക് കോമഡി അവർക്ക് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. അപ്പോൾ അതിനും കാട്ടി ഒരു പൊടിക്ക് മേളിലാണ് ഡെഡ്പൂൾ 2-ൽ കോമഡിയുടെ കാര്യങ്ങളൊക്കെ അവർ നല്ലൊരു ചെയ്തിട്ടുള്ളത്. പിന്നെ അതിനും കാട്ടി നല്ല രീതിക്ക് മേളിലെത്തുന്ന രീതിയിലാണ് നമ്മുടെ ഡെഡ്പൂൾ ആൻഡ് വൂൾവറൈനിലെ ഈ ഒരു കോമഡി എലമെൻസും കാര്യങ്ങളൊക്കെ അവർ ചെയ്തിട്ടുള്ളത്. ഹ്യൂമർ എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നല്ല അടിപൊളിയായിട്ട് അവർക്ക് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട് ഈ ഒരു മൂവിയിൽ. അതുപോലെ തന്നെ ഈ ഒരു മൂവിക്കകത്താണെങ്കിൽ നമ്മൾ ഡെഡ്പൂൾ അടച്ചു വെക്കുന്ന ഒരു സിറ്റുവേഷനേ ഉണ്ടാവത്തില്ല. കാരണം ഏതൊരു ക്യാരക്ടേഴ്സുമായിട്ട് നമ്മൾ ഡെഡ്പൂൾ ഇൻട്രാക്ട് ചെയ്യുന്നു അവരെ നല്ല രീതിക്ക് സംസാരിച്ച് അലച്ച് ആ ക്യാരക്ടേഴ്സിനെ വരെ ഒരുമാതിരി വെറുപ്പിക്കുന്ന പോലെയുള്ള കാര്യങ്ങളാണ് നമ്മൾ ഡെഡ്പൂൾ ഇങ്ങനെ വാകൊണ്ടിട്ട് സംസാരിച്ച് ചെയ്യുന്നത്. പക്ഷെ നമുക്ക് ഓഡിയൻസിന് അത് കേൾക്കാൻ നല്ല രസമായിട്ടാണ് ഫീൽ ചെയ്യുന്നത്. അപ്പോൾ അതുപോലെ തന്നെ എടുത്ത് പറയേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു മൂവിയിലെ ആക്ഷൻ സീക്വൻസ് തന്നെയാണ്. അതായത് ഇപ്പോൾ നമ്മുടെ ഷോൺ ലെവി ആണ് ഈ ഒരു മൂവി ഡയറക്റ്റ് ചെയ്തിരിക്കുന്നത് എന്നുള്ളൊരു കാര്യം തന്നെ ആ ഒരു ആക്ഷൻ സീൻസ് നമുക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും. കാരണം അതൊരു യുണീക്കായിട്ടാണ് അവർ ചെയ്തിട്ടുള്ളത്. അതായത് മാർവലിൻ്റെ മറ്റുള്ള മൂവീസിലും കാട്ടി യുണീക്കായിട്ടാണ് ആ ഒരു ആക്ഷൻ സീക്വൻസ് ഈ ഒരു മൂവിക്ക് അത് നമ്മൾ കാണാൻ സാധിക്കുന്നത്. അതായത് ഇപ്പം മാർവലിൻ്റെ മറ്റുള്ള മൂവീസിലൊക്കെ തന്നെ ഈ ആക്ഷൻ സീക്വൻസ് ഇടയ്ക്ക് വെച്ച് ഇങ്ങനെ കട്ട് സീനായിട്ട് മാറുന്നത്, കട്ടായിട്ട് മാറുന്ന സീൻസ് അതൊക്കെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. പക്ഷേ അതേസമയം ഈ ഒരു മൂവിക്കകത്താണെങ്കിൽ അവരാണെങ്കിൽ ആ ഒരു ആക്ഷൻ സീക്വൻസ് കറക്റ്റ് തീരുന്നവരെ ഫുള്ളായിട്ട് കാണിക്കും. അതുപോലെ തന്നെ ആ ഒരു ക്യാമറ ആണെങ്കിൽ ഇവർ ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അവരുടെ ചുറ്റിനും ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യുന്നതായിട്ടാണ്, ആ ഒരു ആംഗിളിലായിട്ടാണ് അവർ ഇത് ഫൈറ്റ് സീക്വൻസും കാര്യങ്ങളൊക്കെ ഷൂട്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതൊരു മാർവലിൻ്റെ മറ്റൊരു മൂവീസിനെ വെച്ച് നോക്കുമ്പോൾ ഒരു യുണീക്ക്നെസ് ആയിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്.
അപ്പോൾ അതുപോലെ തന്നെ മാർവലാണെങ്കിൽ ഈ വർഷം കംപ്ലീറ്റ്ലി നമ്മുടെ ഡെഡ്പൂൾ ആൻഡ് വൂൾവറിൻ എന്ന മൂവിയിൽ റിലൈ ചെയ്തിരിക്കുന്ന ഒരു കാര്യം നമുക്കറിയാം. കാരണം ഈ ഒരു വർഷം മാർവലിൻ്റെ സൈഡിൽ നിന്ന് ഡെഡ്പൂൾ ആൻഡ് വൂൾവറിൻ മാത്രമേ റിലീസ് ആവുന്നുള്ളൂ. അതിനുശേഷം ബാക്കിയുള്ള മൂവീസിൽ അടുത്ത വർഷത്തേക്ക് ഷിഫ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഡേറ്റ്സ്. അപ്പം ആ ഒരു ഈ ഒരു വർഷത്തേക്ക് മാത്രമായിട്ട് ഈ ഒരു ഡെഡ്പൂൾ ആൻഡ് വൂൾവറിൻ കംപ്ലീറ്റ് ആയിട്ട് എല്ലാം നമുക്ക് തരുന്നുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കംപ്ലീറ്റ്ലി നോട്ട് എന്ന് തന്നെയാണ് എനിക്ക് പറയാനായിട്ട് ഉള്ളത്. നമ്മൾ ഈ ഒരു മൂവിക്കകത്താണെങ്കിൽ ഡെഡ്പൂളും അതുപോലെ തന്നെ വൂൾവറിൻ്റെ ആ ഒരു സ്റ്റോറി, അവരുടെ ആ ഒരു കാര്യങ്ങൾ, അവരുടെ ഇൻട്രാക്ഷൻ കാര്യങ്ങളൊക്കെ നമുക്ക് നല്ല രീതിക്ക് തന്നെ ഇഷ്ടപ്പെടും. അതൊക്കെ അവർ നല്ല രീതിക്ക് തന്നെയാണ് എടുത്ത് വെച്ചിട്ടുള്ളത്. അപ്പോൾ മൂവിക്ക് എവിടെ ചെറിയൊരു പ്രശ്നം വരുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഒരു മൂവിയുടെ റൈറ്റിങ്ങിൽ തന്നെയാണ് കുറച്ച് പ്രശ്നം വന്നിട്ടുള്ളതെന്ന് പറയാനായിട്ട് സാധിക്കും. അപ്പോൾ അത് പറയാനായിട്ടുള്ളൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ ആ ഒരു മൂവിക്കകത്ത് നടക്കുന്ന പ്രശ്നങ്ങളാണെങ്കിൽ നമുക്ക്, അതായത് ആ പ്രോബ്ലംസ്, ഇപ്പോൾ ടൈം ലൈൻ്റെ ആണെങ്കിൽ ആ ഒരു പ്രോബ്ലംസ് കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള രീതിയിലായിട്ടാണ് നമ്മൾ ഓഡിയൻസിന് അവർ പറഞ്ഞു കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മളാണെങ്കിൽ ആ ഒരു കാര്യം മനസ്സിലാക്കുമ്പോൾ, അതായത് ആ ഒരു കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള കാര്യം മനസ്സിലാക്കുമ്പം നമ്മൾ റിയലൈസ് ചെയ്യും ആ ഒരു കാര്യത്തിന് ഒരു പോയിൻറ്റും ഇല്ല എന്നുള്ളൊരു കാര്യം നമ്മൾ റിയലൈസ് ചെയ്യും. അപ്പോൾ അതുപോലെ തന്നെ ഈ ഒരു മൂവിയുടെ സ്റ്റോറിയും ഒരു കുറച്ചും കൂടി ഇമ്പ്രൂവ് ചെയ്യാൻ സാധിക്കുമെന്ന് തന്നെയാണ് എൻ്റെ ഒരു പേഴ്സണലായിട്ടുള്ള ഒപ്പീനിയൻ. അതും കുറച്ചും കൂടെ ബെറ്റർ ആവാനായിട്ടുണ്ട് എന്ന് എനിക്ക് പറയാനായിട്ടുണ്ട്. പിന്നെ അതിനുശേഷം ഈ ഒരു മൂവി നല്ല രീതിക്ക് ഇമോഷണലി കണക്റ്റ് ആവുമെന്ന് പറഞ്ഞുകൊണ്ട് തന്നെയാണ് ഞാൻ പോയി കണ്ടത്. പക്ഷേ എനിക്ക് അങ്ങനത്തെ ഒരു ഫീലിംഗ് കിട്ടിയിട്ടില്ല. പക്ഷേ അവർ നല്ല രീതിക്ക് ഇമോഷണലി കണക്റ്റ് ചെയ്യാനായിട്ട് നോക്കിയിട്ടുണ്ട്. പക്ഷേ അത്രമാത്രം അതങ്ങ് വർക്കൗട്ട് ആയിട്ടില്ല എന്ന് പറയാൻ സാധിക്കും. അപ്പോൾ അതിനുശേഷം ഫാൻ സർവീസിനെ പറ്റി പറയുകയാണെങ്കിൽ നമ്മൾ എക്സ്പെക്റ്റ് ചെയ്ത് പോകുന്ന ചില കാര്യങ്ങൾ നമുക്കിത് കാണാനായിട്ട് സാധിക്കും. നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യാതെ പോകുന്ന കുറേ കാര്യങ്ങൾ തന്നെ നമുക്കിത് കാണാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ എക്സ്പെക്റ്റ് ചെയ്ത് പോയിട്ട് ആ എക്സ്പെക്റ്റ് ചെയ്ത സംഭവം ഇതിൽ നമുക്ക് കാണാതിരിക്കാനായിട്ടുള്ളൊരു ഇത് ഉണ്ടെന്ന് എനിക്ക് പറയേണ്ടി വന്നു. കാരണം ഞാൻ കുറച്ച് എക്സ്പെക്റ്റ് ചെയ്ത കാര്യങ്ങൾ ഇതിലില്ലായിരുന്നു. അതുപോലെ തന്നെ എക്സ്പെക്റ്റ് ചെയ്യാതെ പോയതും ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ എക്സ്പെക്റ്റ് ചെയ്തത് കുറച്ചും ഇതിൽ വന്നിട്ടുണ്ടായിരുന്നു എന്ന് എനിക്ക് അങ്ങനെ ഒരു ഫീലിംഗ് ആണ് കിട്ടിയത്. അപ്പോൾ നിങ്ങളിനി എന്തൊക്കെയാണ് എക്സ്പെക്റ്റ് ചെയ്യുന്നതെന്നുള്ളൊരു കാര്യം നിങ്ങൾക്ക് മാത്രമേ അറിയുകയുള്ളൂ. അപ്പോൾ എൻഡ് ഗെയിമിന് ശേഷം ഒരു നല്ലൊരു അടിപൊളി മൂവിയാണോ ഡെഡ്പൂൾ ആൻഡ് വൂൾവറിൻ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത്രയ്ക്ക് വന്നിട്ടില്ല എന്ന് തന്നെയാണ് എനിക്ക് പറയാനായിട്ടുള്ളത്. പക്ഷേ എങ്കിലും കൊള്ളാം. നമ്മുടെ വൂൾവറിൻ ഒത്തിരി വർഷങ്ങൾക്ക് ശേഷമാണ് ഇപ്പം റിട്ടേൺ ആയിട്ട് വന്നിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതൊക്കെ കൊണ്ട് അത്യാവശ്യം ഒരു നല്ല മൂവിയൊക്കെ ആയിട്ടാണ് പറയാനായിട്ട് ഉള്ളത്. പിന്നെ അതുപോലെ തന്നെ ലാസ്റ്റ് ഫൈനലായിട്ട് പറയാനായിട്ടുള്ള ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ ഒരു മൂവിയാണെങ്കിൽ അടുത്ത മൂവിയിലേക്കുള്ള ലീഡ്, അതായത് ഈ ഒരു ഡെഡ്പൂൾ ആൻഡ് വൂൾവറിന് ശേഷം ഇവരിനി എന്താണ് അടുത്ത പ്ലാൻ എന്നുള്ള ഒരു കാര്യത്തെ പറ്റിയിട്ടോ അല്ലെങ്കിൽ അടുത്തൊരു മൂവിയെ പറ്റിയിട്ടുള്ള ലീഡോ ഒന്നും തന്നെ നമുക്ക് ഈ ഒരു മൂവിയുടെ എൻഡിങ്ങിലൂടെ അഥവാ പോസ്റ്റ് ക്രെഡിറ്റ് സീനിലൂടെ ഒന്നും തന്നെ നമുക്ക് കിട്ടത്തില്ല. അപ്പോൾ പോസ്റ്റ് ക്രെഡിറ്റ് സീനൊക്കെ ജസ്റ്റ് ഒരു ഫൺ ഐറ്റമായിട്ടാണ് അവർ കാണിച്ചിട്ടുള്ളത്. അപ്പോൾ എന്തായാലും പോസ്റ്റ് ക്രെഡിറ്റ് സീൻ ഒറ്റൊരു ക്രെഡിറ്റ് സീനേ ഉള്ളത്, മിഡ് ക്രെഡിറ്റ് അല്ല, പോസ്റ്റ് ക്രെഡിറ്റ് ആണ് ആ ഒരു സീൻ. എല്ലാ ക്രെഡിറ്റ്സ് കഴിഞ്ഞിട്ടാണ് ആ ഒരു സീൻ കാണിക്കുന്നത്. അപ്പോൾ എന്തായാലും ഞാൻ ഈ ഒരു മൂവി കണ്ടത് 3D ഇംഗ്ലീഷിലാണ് കണ്ടത്. അപ്പോൾ എന്തായാലും 3D കുഴപ്പമില്ല. പക്ഷേ എനിക്ക് കൂടുതലും 3D അല്ലാതെ 2D തന്നെയാണ് ഞാൻ കുറച്ചുകൂടെ പ്രിഫർ ചെയ്യുന്നത്. അപ്പോൾ എന്തായാലും ഈ ഒരു മൂവിക്ക് ഞാൻ കൊടുക്കാൻ പോകുന്ന റേറ്റിംഗ് ഒരു 8 ഔട്ട് ഓഫ് 10 ആണ് കൊടുക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ നിങ്ങൾ ഈ ഒരു മൂവി കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു മൂവിയെ പറ്റിയിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായം താഴെ കമൻറ്റിൽ ഷെയർ ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ നിങ്ങൾ ഈ ഒരു മൂവിക്ക് 10-ൽ എത്ര റേറ്റിംഗ് കൊടുക്കുന്നു എന്നുള്ളൊരു കാര്യം മറക്കുക തന്നെ താഴെ കമൻറ്റ് ചെയ്തേക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ള വീഡിയോ ഇഷ്ടപ്പെടാമെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെടാൻ ലൈക്ക് ചെയ്തതുപോലെ ചാനൽ സബ്സ്ക്രൈബ് എത്രയാണ് ചാനൽ മറക്കുക തന്നെ ഒന്ന് സബ്സ്ക്രൈബും ചെയ്തേക്കുക. അപ്പോൾ അടുത്തൊരു വീഡിയോ കാണുന്നവരെ ബൈ ഗൈസ്.